മാന്യ പ്രേക്ഷകർക്ക് ഒരു വക പതനീസയിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് ഈ വേദിയിൽ ഒരുപാട് സിനിമാ താരങ്ങളൊക്കെയാണ് പങ്കെടുക്കുന്നത്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് പ്രശസ്ത സീരിയൽ താരം സുജ സുരേന്ദ്രനാണ്. രണ്ടുപേരും വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സുജ സുരേന്ദ്രൻ. നിങ്ങൾ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ ഒരു വക പതനീസയിൽ പങ്കെടുക്കാൻ വന്നതിന്. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുകയാണ്, സാർ ഒരു ഡയറക്ടറാണ്, മാഡം ഒരു നടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്ന് അറിഞ്ഞു. അത് എങ്ങനെയാണ് അത് ബന്ധമുണ്ടായത്? സത്യം പറഞ്ഞാൽ സീരിയൽ ലൊക്കേഷനിൽ വെച്ചല്ല. അതായത് ഞാനൊരു മരണാവശ്യത്തിന് വേണ്ടി ഒരു മരിച്ച വീട്ടിൽ പോകാം. ഒരു കാരണവര് മരിച്ചു കിടക്കുന്നു, ഒരുപാട് പേരിന്ന് കരയുന്നു. സാധാരണ അങ്ങനെയാണല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാവരും കരച്ചിൽ, അവരുടെ ബന്ധക്കാരെല്ലാവരും കരച്ചിൽ നിർത്തിയിട്ടും ഒരു പെണ്ണ് മാത്രം പട്ടി മോങ്ങുന്ന പോലെ അങ്ങോട്ട് മോങ്ങുന്നു. അതെ, ഞാൻ നോക്കിയപ്പോൾ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവളങ്ങ് കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളികളെ കേരളീയ കംപ്ലീറ്റിന് കരയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നി. ഞാൻ ഡയറക്ടറാണല്ലോ, അതിനെന്തായാലും ഒരു കുറവാള് ഇതുവരെ വരുത്തിയിട്ടില്ല. അങ്ങനെ എന്റെ വലിയ മരണം എനിക്ക് വഴിത്തിരിവായി. കൊള്ളാം. ഏതായാലും മാഡത്തിനെ അങ്ങനെ തെരഞ്ഞെടുത്ത് വളരെ സന്തോഷമുണ്ട്. മലയാളികളൊക്കെ പൊട്ടിക്കരിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം, അല്ലേ സാറ്? അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഞാനൊരു പാട്ട് പാടാം, അതാണ് ചോദ്യം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ ലാല പുടവ, കുളിക്കാൻ പനി നീർച്ചോല, കൂന്തൽ മീനുക്ക ഞാറ്റുവേല, കൂന്തൽ മീനുക്ക ഞാറ്റുവേല. ഇതാണ് ചോദ്യം. മലയാളി പെണ്ണിനും കുടമുല്ലപ്പൂവിനും കുളിക്കാൻ ലാലപ്പുടവ. 3 ഉത്തരങ്ങളാണ് ഉള്ളത്. ഓപ്ഷൻ ഞാൻ തരാം. വെള്ളപ്പുടവ, ഒരു തകം മുട്ടയുടെ ഉള്ളിലെ മഞ്ഞപ്പുടവ, പിന്നെ ഒരുമാതിരി ചാണാപ്പച്ചപ്പുടവ. ഏതാണ് കറക്റ്റ്? ആലോചിച്ച് പറഞ്ഞാൽ മതി. വെള്ളപ്പുടവ. കമ്പ്യൂട്ടർ ചോദിക്കാമല്ലോ അല്ലേ? ഞാൻ ചോദിക്കും ഞാൻ. കമ്പ്യൂട്ടർ വെള്ളപ്പുടവ എന്നാണ് പറയുന്നത്. വളരെ കറക്റ്റാണ്, വെള്ളപ്പുടവയാണ്. മാഡത്തിന് ഇപ്പോൾ ₹1.75 സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ശരിക്കും ഇത്തിരി ഓവറായി പോകുന്ന വിചാരിക്കുന്നത്. ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ ചിരിക്കുട്ടനെന്നല്ല എല്ലാവരും വിളിക്കുന്നത് ചിരിക്കുട്ടൻ. അപ്പൊ ഈ സാറിന്റെ ഒരു ചിരി കാണുമ്പോൾ എനിക്ക് ഒരു കാരണം തോന്നിയിട്ടുണ്ട്. എന്താണ് പറയണോന്ന് തെറ്റൊന്നും തോന്നുന്നു. പറഞ്ഞോളൂ. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴികളുണ്ടല്ലോ, കോഴികൾ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ഒരു കൊക്കലുണ്ട്. കോഴി മുട്ടയിട്ട് കഴിയുമ്പോൾ പലരും പറയാറുണ്ട്, മുട്ടയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അതുപോലെ. ശരിയാണ്, വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ചേട്ടാ, നമുക്ക് വേറെ ഞാൻ സാധാരണ എല്ലാവരും വരുമ്പം ഞാനൊരു പാട്ട് പാടാറുണ്ട്. ഞാൻ ആ പാട്ടൊന്ന് പാടിക്കോട്ടെ. ഒരു ചോദ്യമാണ്. നാദരൂപിണി ശങ്കരി പാഹിമം വാഹിമം ധൃതി മധുരധര നാഗരൂപിണി ശങ്കരി പാഹിമ ഇതിപ്പം ഈ താക്കോല് തന്ന നന്നായി, അല്ലെങ്കിൽ ഞാൻ പ്ലാൻസ് ഇട്ട് മരിച്ചു പോയാൽ. ഞങ്ങൾക്ക് മനസ്സിലായി. എപ്പോഴും ചേട്ടനെ പറഞ്ഞാൽ കൊണ്ടു കിടക്കണേ, അല്ലെങ്കിൽ എന്നെ പോലെ ആൾക്കാരൊക്കെ ചത്തു. അതിനെ ചേട്ടാ, ഈ ചേട്ടനും ഈ വീടും സീരിയലുമായിട്ടുള്ള ബന്ധം എന്താണ്? സീരിയലിനെ പോലെയാണോ വീട്ടിലെ കാര്യങ്ങളും? അല്ല, വീടുമായിട്ട് ചെറിയ സീരിയലായിട്ടുള്ള ബന്ധമുണ്ട്. അതെന്താണ്? അതായത് ഞങ്ങൾ ഈ സീരിയലുകാരെന്ന് വെച്ചാൽ സാധാരണ വീട്ടില് സീരിയൽ ലൈറ്റുകൾ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസോഡുകളായിട്ട് അത് പൈസ കൊടുക്കുള്ളൂ. ഈ സാരി വാങ്ങിച്ചിട്ട് ഇപ്പൊ 1500 രൂപ 1000 കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു 5 എപ്പിസോഡ് ആയിട്ട് കൊടുക്കുള്ളൂ. 5 എപ്പിസോഡ് നീട്ടും. ചിലപ്പോ കുറച്ചുകൂടി വലിച്ചു നീട്ടുമല്ലേ. ഏതായാലും കൊള്ളാം, വളരെ നല്ല ഒരു സംരംഭമാണ്. പിന്നെ ചേട്ടാ, ഞാൻ വേറൊരു മറക്കാൻ പറ്റാത്ത ഒരു ചോദ്യങ്ങൾ, വല്ല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ മാഡത്തിന്?
മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരിക്കൽ ഇങ്ങനെ കരയണം എന്ന് പറഞ്ഞു, അതായത് പൊട്ടി കരയണം. എന്റെ സ്വന്തം ഫാദർ മരിച്ചിട്ട് കരയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഏട്ടൻ തന്നെ ഡയറക്ട് ചെയ്ത സീനിലായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും എനിക്ക് കരച്ചിൽ വരുന്നില്ല. ഉള്ളി, സവാള, പിന്നെ ഗ്ലിസറിൻ എല്ലാം ഉപയോഗിച്ചിട്ടും കണ്ണീര് വരുന്നില്ല. ലാസ്റ്റ് അത് കഴിഞ്ഞ് അങ്ങനെ ആ സീൻ നമുക്ക് വൈകുന്നേരം എടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഏട്ടൻ്റെ അടുത്തോണ്ട്, ഏട്ടാ ഇന്ന് എനിക്ക് പോകുമ്പോഴത്തേക്കും ഒരു ജ്യൂസ് മേടിച്ചു തരണം എന്ന് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു ഇന്ന് ജ്യൂസ് കുടിക്കണ്ട, ഇന്ന് അത് അഭിനയിക്കാൻ പറഞ്ഞിട്ട് അഭിനയിച്ചില്ലല്ലോ, ജ്യൂസ് കുടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. ഉടനെ തന്നെ അതങ്ങെടുത്തു. നമുക്ക് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ഒന്നും. വളരെ നല്ലൊരു സംഭവമാണ്. ചേട്ടാ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. പാട്ടാണ്. മഞ്ചാടിക്കിളി മൈന മൈലാഞ്ചിക്കിളി മൈന മൈന വേണു മൈന 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 മൈന. ഈ പാട്ട് പാടിയത് ആരാണ്? 3 ഓപ്ഷൻ തരാം. ജിക്കി, ചക്കി, ജുക്കി. 3 ഓപ്ഷനാണ്, ആലോചിച്ച് പറഞ്ഞാൽ മതി. അല്ല ഞാനൊരു വേറെ ഇപ്പൊ ഞാൻ ഈ പാട്ടിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. പാട്ട് ഒന്നും കൂടി പാടാൻ ശ്രദ്ധിച്ചാൽ മതി. മഞ്ചാടിക്കിളി മൈന മൈലഞ്ചിക്കിളി മൈന. മനസ്സിലായോ? ജിക്കി. നീ പറയാലോ അല്ലേ? ജിക്കിയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. മാഡം പറഞ്ഞ ഉത്തരം ജിക്കിയാണ്. അപ്പോൾ മാഡത്തിന് ഇപ്പോൾ 3 രൂപ 65 പൈസ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ചേച്ചി മാഡം പാട്ട് പാടുമോ? ഞാൻ ചെറുപ്പത്തിലേക്ക് ഒത്തിരി ക്ലാസിക്കലൊക്കെ പഠിച്ചു. അത് ശരി, ക്ലാസിക്കലൊക്കെ പഠിച്ചാൽ ഒരു പാട്ട് പാടിയാൽ വളരെ നന്നായിരിക്കും. അയ്യോ, ആദ്യം ഈ സംഗീതം പഠിക്കണമെന്ന് മോഹമായി ചെന്നത് ഒരു സിംഹത്തിന്റെ കഴിഞ്ഞ് പിന്നെ ഞാൻ കൊണ്ടാക്കി വാദ്യരുടെ. ഏട്ടൻ എപ്പോഴും ഇങ്ങനെയാണ്. മോനു എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്? ഭയങ്കര സ്നേഹം തോന്നല്ലേ? ഇന്നലെ ഒരു കണ്ണീർ സീരിയലിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നോണ്ട് ഒത്തിരി കരഞ്ഞതുകൊണ്ട് തൊണ്ട ശരിയല്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഒരു പാട്ട് പാടും. മാനസമൈനേ വരൂ മധുരം നുള്ളി തരൂ നിന്നരുമപ്പൂ. സന്തോഷമായി. നന്നായിട്ട് പാടുന്നുണ്ട്. ക്ലാസിക്കൽ പഠിച്ചല്ലേ? ദൈവമേ. സാറേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങൾക്ക് ഈ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളി സവാള ഞങ്ങളായിട്ടുള്ള ബന്ധം അറിയാല്ലേ? കണ്ണീർ സീരിയൽ, ഗ്ലിസറിൻ, ഉള്ളി സവാള, പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാട്ട് എന്തെങ്കിലും ഉണ്ട്? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. പച്ചക്കറി മാറ്റപ്പെട്ട. അതെ അതെ. പച്ചക്കറിക്കായ തൊട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി അരണേവാ ഓന്തേവാ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് ഓടാടി ഓടാടി. അതിലൊരുപാട് കുഞ്ഞോളെ കുമ്മാളി മാമും കച്ചായുറങ്ങ്, കുഞ്ഞോളെ കുമ്മാളി മാമും കച്ചായുറങ്ങ്, വെള്ളരിപ്പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പായി അച്ചിങ്ങ പിച്ചിങ്ങ വെണ്ടക്കയോടൊത്ത് പിച്ച വെച്ച് നടന്നു. ഈ പാട്ടിലെ പച്ചക്കറികളൊക്കെ കൂട്ടി ഏത് കറിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? 3 ഓപ്ഷൻ തരാം. അച്ചാറ്, സാമ്പാറ്, ഉള്ളിത്തോരൻ. ഉള്ളിത്തോരൻ ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. വല്ല ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്തോ? ഒരു സെക്കൻഡ്. സാമ്പാറാണ്. കിച്ചണിലേക്ക് തന്നെ സാമ്പാറാണല്ലേ? ചേട്ടൻ നന്നായിട്ട് അറിയാലോ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാം. വളരെ കറക്റ്റാണ്, സാമ്പാറാണ് ഉത്തരം. അപ്പൊ ചേച്ചിക്ക് ഇപ്പം 7 രൂപ 85 പൈസ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വെണ്ണില ചന്ദന കിണ്ണം ലലലക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വെണ്ണില ചന്ദന കിണ്ണം വീണത് ഏത് പുഴയിലാണ്? ഉത്തരം അത് ഞാൻ 3 ഓപ്ഷൻ തരാം.
പുന്നമട കായലിൽ, ആലപ്പുഴ കായലിൽ, കൊച്ചി കായലിൽ. കൊച്ചി കൊച്ചി ആലോചിച്ച് സമയം കളയണ്ട. ആലപ്പുഴ പറഞ്ഞു. ആലപ്പുഴ. ആലപ്പുഴ. ആലപ്പുഴ പറയാലോ അല്ലേ? പറഞ്ഞു. ആലപ്പുഴ. തെറ്റിപ്പോയി. ഉത്തരം വളരെ തെറ്റാണ്. പുന്നമുട കായലിലാണ് വെണ്ണില ചന്ദന കീടം വീണത്. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ സമ്മാനം കിട്ടൂലല്ലോ. അല്ല, ഈ ആലപ്പുഴ കായലിനോട് ബന്ധിച്ചിടക്കുന്നതല്ലേ പുന്നമട കായൽ? എന്തായാലും തെറ്റിപ്പോയി. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഈ മാഡം ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ സ്വന്തം അനിയത്തിയുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ വളരെ ഭംഗിയായിട്ട് എല്ലാം സഹിച്ചുകൊണ്ട് വളരെ ഒതുങ്ങി കഴിയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. വീട്ടിലും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. സാർ ചോദിച്ചത് ഇവളുടെ കഴിഞ്ഞ സീരിയലല്ലേ? അതെ. അത് അനുജത്തി മാല മോഷ്ടിക്കുന്നു, പണം തട്ടിയെടുക്കുന്നു, കുഞ്ഞിനെ തട്ടിയെടുക്കുന്നു, എല്ലാം സഹിക്കുന്നു. എന്നിട്ടും വളരെ ശാന്തമായിട്ട് എല്ലാം സഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു വീട്ടിലും, അല്ലേ? ശരി. അപ്പോൾ വീണ്ടും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാഡത്തിന് ഇപ്പം കിട്ടിയിരിക്കുന്നത് 8 രൂപ 75 പൈസയാണ്. അത് ഞാൻ ഇപ്പം തന്നെ തന്നേക്കാം. ഒരു മിനിറ്റ്. 24-25 തരാന്ന് പറഞ്ഞിട്ട് വന്നത്. അതെ, 24-25 തരാന്നായിരുന്നു പറഞ്ഞിരുന്നത്. വിളിച്ചപ്പോ 24-25 തരാന്നാ പറഞ്ഞാഴ്ച വിളിച്ചപ്പോ, ഇതിന് ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോ 24 രൂപ. 8 രൂപ പറഞ്ഞോളൂ, ഇനിയും തരാനുണ്ട് ബാക്കി. അല്ല, ബാക്കി കഴിഞ്ഞിട്ട് പിന്നെ തന്നാ മതിയല്ലോ. ഇല്ല, 24 രൂപ തരാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കളഞ്ഞിട്ട് ഞങ്ങൾ വന്നത്. സീരിയലിന് പോയി നിങ്ങൾക്ക് 23 രൂപയെങ്കിലും കിട്ടിയാൽ. ഇല്ല, സമ്മതിക്കത്തില്ല. 24-25 തരാന്ന് വാക്ക് പറഞ്ഞ് വിളിച്ചിട്ടാ, 4 ദിവസം എന്നെ പുറകെ നടന്ന് വിളിച്ചിട്ടാ ഞാൻ ഇതിന് വന്നത് കേട്ടോ. താൻ ഉണ്ടായിരുന്നു കേട്ടോ, വീട്ടിലിട്ട് ചവിട്ടി കൂട്ടണമാര് ഇവിടെ മര്യാദയ്ക്ക് വന്നോ, ഇല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അല്ല മാഡം ഭയങ്കര സഹനത്തിന്റെ ആളാണെന്നല്ലേ? ഭയങ്കര സഹനമൊക്കെ തന്നെ. പക്ഷെ 24-25 പൈസ തരാണ്ട് ഇവിടുന്ന് പോണ പ്രശ്നമില്ല. എന്റെ ദൈവമേ, സീരിയലിൽ മാത്രമേ ഉള്ളൂ ഈ സഹനവും കാര്യങ്ങളൊക്കെ. വീട്ടിലും ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ കണ്ടില്ലേ?